ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഹെയർ കെയറിങ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോസൊക്കെ പെൻഡിങ് കിടക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഓണത്തിൻ്റെ വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് ഹെയർ കെയറിങ് വീഡിയോസ് വീണ്ടും തുടങ്ങാമെന്ന്. അപ്പം ഇന്ന് ഞാൻ നാട്ടിലെത്തിയിട്ട് എന്താ പറയുക, ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിനു മുമ്പ് എന്താ പറയുക ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആ ഒരു ഡാൻഡ്രഫിൻ്റെ പാക്കായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനൊന്ന് ഹെയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതായിരുന്നു മെയിനായിട്ടുള്ള കാര്യമെന്ന് അറിയുന്നത്. അപ്പം ഞാൻ പിന്നെ ആ ഒരു ഓണത്തിൻ്റെ വീഡിയോസൊക്കെ കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഹെയർ കെയറിങ് കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം അന്നത്തെ പാക്കിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. അപ്പം നിങ്ങൾക്ക് വീട്ടിലിങ്ങനെ വേപ്പിലയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കറിവേപ്പില ഒന്നും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ, ഫ്രഷായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇതിൻ്റെ പൗഡർ ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മോരാണ്. അപ്പം കറിവേപ്പിലയും മോരും കൂടിയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത് ഞാൻ മുൻപ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൽ ഉള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാനൊന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ആ വീഡിയോസൊന്നും കാണാത്ത ആൾക്കാർക്ക് ഈ ഒരു വീഡിയോസ് ഉപകാരപ്രദമാകും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പം ആദ്യം നന്നായിട്ട് കറിവേപ്പില എടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ശേഷമാണ് നമ്മുടെ ഈ ഒരു മോരൊക്കെ അതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് പാകത്തിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് അരിപ്പയിലോ തുണിയിലോ ഒക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഇലകൾ എടുത്തുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു പാക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾ പൗഡറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു തിക്കായിട്ടുള്ള, അതായത് ആ ഒരു പൗഡറിലേക്ക് ആവശ്യമായിട്ടുള്ള മോരൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊരു പേസ്റ്റാക്കി മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്കതൊരു പാക്കാക്കി കറക്റ്റ് ഒരു പാക്ക് കൺസിസ്റ്റൻസി ആവും അത്. അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ഇനി ഫ്രഷായിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം പൗഡർ യൂസ് ചെയ്യുക. അപ്പോൾ അത് എന്നിട്ട് നമുക്ക് നമ്മുടെ സ്കാൽപ്പ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലത്തെ ഒരു ഫീലുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അങ്ങെടുത്ത് എന്താ പറയുക ഒഴിച്ച് കൊടുക്കേണ്ട, കുറേശ്ശെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പാക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഹെയറിൽ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മുടിയുടെ ലെങ്ത്തിലേക്കും സ്കാൽപ്പിലേക്കും ഒക്കെ ഓയിൽ വെച്ചിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു പാക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കുക. പിന്നെന്താ പറയുക, എല്ലായിടത്തും നമ്മൾ ഈ ഒരു പാക്ക് എല്ലായിടത്തും നമ്മൾ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് കവറാകുന്ന രീതിക്ക് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കറിവേപ്പില നമ്മുടെ മുടിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് നൽകുന്നതാണ്. നമ്മൾ ഹെയർ ഓയിലാണെങ്കിലും അല്ലെങ്കിൽ ഹെയർ പാക്കുകളിലാണെങ്കിലും ഒക്കെ എന്താ പറയുക നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കറിവേപ്പില. ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് പുറമെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും ഹെയർ പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക്. ഉള്ളിലേക്ക് കഴിക്കുന്നതും നല്ലതാണ് മുടിക്ക്. പിന്നെന്താ പറയുക, ഇതൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോസൊന്നും കാണാത്തവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ എൻ്റെ ആ ഒരു പനി വന്നിട്ടുള്ള മുടി കൊഴിച്ചിൽ നല്ലോണം എൻ്റെ ആ ഒരു നെറ്റിയറിൽ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കവറായി വന്നതായിരുന്നു. പക്ഷേ ആ ഒരു നെറ്റിയുടെ സൈഡിലൊക്കെ ഫുള്ളായിട്ട് എൻ്റെ മുടി വീണ്ടും പോയി കേട്ടോ. അപ്പോൾ ഒരുപാട് മുടി എനിക്ക് ആ ഒരു പനിയോടുകൂടി നഷ്ടമായി എന്ന് അറിയാം. അതിൻ്റെ ആ ഒരു മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. അത് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറ്റിയെടുക്കാൻ എനിക്ക് കറക്റ്റായിട്ട് എല്ലാ ദിവസവും എനിക്ക് ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാനുള്ള ടൈം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മുടങ്ങി പോകുന്ന കാരണമാണ് എൻ്റെ ആ ഒരു ഹെയർ ഫാള് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റാത്തത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഡെയിലിയൊക്കെ ഹെയർ പാക്ക് അല്ലെങ്കിൽ വീക്ക്ലി ടോയ്സോ ഒക്കെ അല്ലെങ്കിൽ ഒന്നിടവിട്ട് ഉള്ള ദിവസങ്ങളിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് ഉറപ്പായിട്ടും വർക്കാവുന്നതാണ്. നമ്മുടെ ഹെയർ ഫോൾ നമുക്ക് നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എന്താ പറയുക
വല്ലപ്പോഴുമൊക്കെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ ആ ഒരു പ്രശ്നം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറാത്തത്. പക്ഷേ അത് കുറഞ്ഞത് എന്തൊക്കെ ഹെയർ പാക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ കുറേ ക്ലിപ്സ് എടുത്ത് വെച്ചതൊക്കെ ഞാൻ എന്താ പറയുക, കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. ഇപ്പം ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താ പറയുക, ഇത് നമുക്ക് നന്നായിട്ട് ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ കറിവേപ്പില നമുക്ക് എന്താ പറയുക, നമ്മുടെ മുടിക്കൊരു നല്ല ബ്ലാക്ക് കളർ കൊടുക്കാനും അകാല നരയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു കറിവേപ്പില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കറിവേപ്പിലയും മോരും കോമ്പിനേഷൻ ഈ ഒരു കാര്യത്തിന് നന്നായിട്ട് വർക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഓരോ അകാല നര കാര്യങ്ങൾ, പിന്നെ മുടിയുടെ കളർ പോകുന്ന കാര്യങ്ങൾ, അതായത് ഒരു ബ്രൗൺ കളറിലേക്കൊക്കെ മാറുന്ന ഒരു ഇതിലൊക്കെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് മാത്രം നമ്മൾ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് മാക്സിമം കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനായിട്ട് നന്നായിട്ട് വർക്കാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് നന്നായിട്ടൊരു തണുപ്പ് കൂളിംഗ് എഫക്റ്റ് വരുന്നൊരു ഹെയർ പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ പറ്റാത്ത ആൾക്കാർക്ക് ഇതൊരു വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് യോജിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യേണ്ട. ഇനി അങ്ങനെ നിങ്ങൾക്ക് തണുപ്പിൻ്റെ കാര്യത്തിലൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു വീക്കിലി വേണമെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ വീക്കിലി വൺസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്ക് ഒരു എന്താ പറയുക, നന്നായിട്ടൊന്ന് സ്ട്രോങ് ആയിട്ട് നമ്മുടെ മുടി വളരാനും ഒരു നാച്ചുറൽ ഷൈൻ കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം ഞാൻ ഫുള്ളായിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഹെയർ വാഷ് ചെയ്യും കേട്ടോ.